ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതായത് നാളെ ഏതൊക്കെ പോയിന്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും, നാളെ ഏതൊക്കെ രീതിയിൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒക്കെ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പുതുതായി ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾ വന്നിട്ടുണ്ട്. പലരും അതിൽ ഓപ്ഷൻസിൻ്റെ സ്ട്രൈക്ക് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് ബൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഓപ്ഷൻ FNO സെഗ്മെൻറ്റ് ആക്റ്റീവ് ആക്കാൻ പറ്റുന്നത്, അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാട് ഇതുവരെ ഓപ്ഷൻസ് ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്, അത് കണ്ട് ചെയ്യുന്നവരുണ്ട്, ഞാനിടുന്ന കോള് വെച്ച് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഓപ്ഷൻസ് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. അതിന് ഒരുപാട് പ്രാക്ടീസസും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് നല്ലൊരു എഡ്ജ് കണ്ടെത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിൽ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് വെക്കുന്നതും എൻട്രി പോയിന്റുകൾ സെലക്ട് ചെയ്യുന്നതും ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ട്രേഡ് എടുക്കുന്നു, അങ്ങനെ ട്രേഡ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇതിൽ ലോങ് റണ്ണിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ഷെയർ ചെയ്യുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ ട്രേഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ ലോങ് റണ്ണിൽ അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷൻസ് പഠിച്ചതിന് ശേഷം മാത്രം, ഓപ്ഷൻ ട്രേഡിങ് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിലുള്ള മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴും ഒരു ലോട്ടിൽ മാത്രം ചെയ്തിട്ട് തുടങ്ങുക. സോ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇതിലോട്ട് വരിക എന്നുള്ളതാണ്. സോ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഏകദേശം 4 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ട്രേഡുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഇന്നെടുത്ത ട്രേഡ് ഏകദേശം 3 ട്രേഡുകൾ നമ്മൾ ഇന്നെടുത്തു. നമ്മൾ ഇന്ന് ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന 3 ട്രേഡുകളാണ്. അതിൽ ഫസ്റ്റ് ട്രേഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലാണ് എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം ഒരു അപ്പർ ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡാണ് നമ്മൾ എടുത്തത്. അതിൽ അത്യാവശ്യം നമുക്ക് ഏകദേശം 30 പോയിൻറ്റ്സോളം നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മൾ 40 പോയിൻറ്റ്സ് ടാർഗറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നിഫ്റ്റി റെസിസ്റ്റൻസിൽ എത്തിയ സമയത്ത് അത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ട്രേഡ് എടുത്തത്, പിന്നെ രണ്ടാമത്തെ ട്രേഡാണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു, സെക്കൻഡ് ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്തി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായി, നമ്മൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രീ മാർക്കറ്റ് അനാലിസിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം 25,030 അവിടെ നിഫ്റ്റി റെസിസ്റ്റൻസ് എടുക്കുന്നുള്ളത്. ഏകദേശം 34 റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ആക്ച്വലി ഈ ട്രേഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്, ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് നിഫ്റ്റി ഹൈ ലെവലിൽ നിന്ന് ജസ്റ്റ് റീട്രേസ്മെൻറ്റ് തരുന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ 30 എന്നുള്ളത് റെസിസ്റ്റൻസ് ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ട് ഒരു റീട്രേസ്മെൻറ്റ് നടന്ന് അടുത്ത ബ്രേക്ക് ഔട്ടാണ് ഞാൻ ആക്ച്വലി ആ സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പം നിഫ്റ്റിയിൽ റീസെൻ്റ്ലി നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായ ഒരു ഹ്യൂജ് വോളാറ്റിലിറ്റി അല്ലെങ്കിൽ ഒരു ബൈയിങ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ബൈ പോകാമെന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് ഇത് വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത്, കറക്റ്റായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആക്ച്വലി എൻ്റർ ചെയ്തത് ഇതിലാണ്, 25,000 CEയിലാണ് നമ്മൾ എൻ്റർ ചെയ്തത്. നമ്മൾ ആക്ച്വലി എൻ്റർ ചെയ്തത് ഇങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഈ ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ എൻട്രി പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ചെയ്തത്. അപ്പോൾ ആക്ച്വലി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം നിഫ്റ്റിയിലാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ആ എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രോഫിറ്റിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് പ്രീമിയം നല്ല രീതിയിൽ ഡൗൺ ആയി. ഏകദേശം സമയം 10:50 ആയിരുന്നു, ഏകദേശം 11 മണിയോളം സമയമായിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നീട് വലിയ മൂവ്മെൻ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഓപ്ഷൻ സെല്ലേഴ്സ് വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ എത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ ഒരു ലോ ലെവലിലേക്ക് നിഫ്റ്റി എത്തുന്നതിന് മുൻപ് നമ്മുടെ ഓപ്ഷൻ സ്ട്രൈക്ക് അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻസിലുണ്ടായിരുന്ന പ്രീമിയം ഡീക്കെ കാരണമാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചത്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അതാണ് ആക്ച്വലി രണ്ടാമത്തെ ട്രേഡിൽ സംഭവിച്ചത്. കറക്റ്റായിട്ടുള്ള എൻട്രി ആയിരുന്നു, പക്ഷേ ഓപ്ഷൻ പ്രീമിയം നമുക്ക് ഫേവറബിൾ ആയിട്ട് മൂവ് ചെയ്തില്ല. ഇത് ആക്ച്വലി എനിക്കറിയാം, റിവേഴ്സിൽ വരുന്ന സമയത്ത് ഓപ്ഷൻ പ്രീമിയം ഡൗൺ ആകുമെന്ന് അറിയാം. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് അടുത്ത ബ്രേക്ക് ഔട്ട് ആയിരുന്നു. അങ്ങനെ ആ ബ്രേക്ക് ഔട്ട് നടക്കുമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കില്ലായിരുന്നു. ബ്രേക്ക് ഔട്ട് നടക്കില്ല എന്നുള്ളത് പിന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ എന്താണെങ്കിലും ഹയർ ലെവലിലേക്ക് ഒരു ടെസ്റ്റും കൂടെ നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂന്നാമത്തെ ട്രേഡ് പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത് ഏകദേശം നിഫ്റ്റി സി. അതായത് ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ നിഫ്റ്റിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സ്റ്റിൽ അടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആ ഒരു എൻട്രി സ്റ്റിൽ വാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വീണ്ടും നിഫ്റ്റിയിൽ ഒരു ട്രേഡും കൂടെ, ആ സെയിം സ്ട്രൈക്കിൽ തന്നെ വീണ്ടും ഒരു ട്രേഡും കൂടെ എടുത്തോ എന്നുള്ള രീതിയിൽ ഒരു അനാലിസിസ് ഇട്ടത്. 117 അതിൽ എൻട്രി പോകാൻ വേണ്ടി പറഞ്ഞത്. ഓൾമോസ്റ്റ് ഇവിടെയാണ് നമ്മുടെ എൻട്രി. രണ്ടാമത് ഈ പറഞ്ഞ പോലെ റിവേഴ്സിൽ നടന്ന സമയത്ത്
ഏകദേശം ആ ഒരു ലെവലിൽ 117 നമ്മൾ വീണ്ടും എൻട്രി പറഞ്ഞു, സ്റ്റോപ്പ് ലോസ് ഇതിനെ താഴെ വീണ്ടും നമ്മൾ വെച്ചു. അതിൽ നമുക്ക് വീണ്ടും പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ആ ലോസ് കവർ ചെയ്തു. ആദ്യം എടുത്ത ട്രേഡിൽ ഓൾറെഡി പ്രോഫിറ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റോപ്പ് ലോസ് എടുത്തു, പക്ഷേ അത് നമ്മൾ വീണ്ടും എൻട്രി എടുത്തിട്ട് അത് കവർ ചെയ്തു. ആക്ച്വലി ആ ഒരു പ്രീമിയം ഡി കെ കാരൻ്റെ ആ ഒരു ലോസ് മാത്രമാണ്, അതില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്താണ്. അതാണ് നമ്മൾ മൂന്നാമത്തെ ട്രേഡ് എടുത്തത്. പിന്നെ ഏറ്റവും അവസാനത്തെ ട്രേഡ്, ഇതും ആക്ച്വലി നല്ലൊരു ട്രേഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ എടുത്ത നിഫ്റ്റിയിൽ എടുക്കുന്നതിന് പകരം ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് തന്നായിരുന്നു. കാരണം നമ്മളിവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഈ ഒരു എൻട്രി എടുക്കാൻ കാരണം ഏകദേശം ആഫ്റ്റർനൂൺ ആവാറായിട്ടുണ്ടായിരുന്നു. സമയം എനിക്ക് തോന്നുന്നു ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്, 2:05 ആയിട്ടുണ്ട്. ആ സമയത്താണ് ആ ഒരു എൻട്രി നമ്മൾ പറയുന്നത്. ആ സമയത്ത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറോൾ നമ്മൾ ഡാറ്റ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ഓവർ ബോട്ട് ഏരിയ എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ബുള്ളിഷ് ആണ് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് മാർക്കറ്റിൽ കൂടുതൽ ആളുകൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റിവേഴ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അത് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹ്യൂജ് ആയിട്ടുള്ളൊരു ഭയങ്കര വളാറ്റൈലായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം പാനിക് ആയിട്ടുള്ള ഒരു സെല്ലിങ് ക്യാൻഡിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് റിവേഴ്സ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞല്ലോ അത് പെർഫോം ചെയ്തു, താഴോട്ട് വന്നു. ആക്ച്വലി 2 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ല് ആണ് ചെയ്തത്. സെല്ല് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോയിന്റ് 2 മണി ഈ സമയത്താണ്. അപ്പോൾ ഇൻഡെക്സിൽ ഇത് അത്യാവശ്യം ഡൗൺ സൈഡ് തന്നു. അതായത് 25,030 റേഞ്ചിലാണ് നമ്മൾ സെല്ല് ചെയ്തത്. ആ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് സെല്ല് ചെയ്തത്. ആ 30 നിന്ന് സെല്ല് ചെയ്തിട്ട് ഏകദേശം 10 വരെ 20 പോയിന്റ് താഴോട്ട് പോകുന്നു. 20 പോയിന്റിലേറെ താഴോട്ട് പോകുന്നിട്ടുണ്ട്. 23-24 പോയിന്റ് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 10 പോയിന്റ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് ആക്ച്വലി ഇതിൽ നമുക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നെങ്കിലും നിഫ്റ്റി അത്രത്തോളം ഡൗൺ സൈഡ് വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ട്രേഡ് എടുത്തപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഈ ഒരു ബിഗ് ക്യാൻഡിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല പുഷ് നടന്നിട്ടായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആ ഒരു എൻട്രി നടന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെച്ചോ എന്നുള്ളത്. അതായത് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണെങ്കിലും താഴോട്ട് പോകില്ല. അപ്പോൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ സേഫ് ആയിട്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ അത് അത്യാവശ്യം ചെറിയൊരു മൂവ്മെൻറ്റ് തന്നു. എനിക്ക് തോന്നുന്നു ഒരു 7-8 പോയിന്റോളം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പിന്നീട് നമ്മൾ ടാർഗറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു 15 പോയിന്റോ 20 പോയിന്റ് അങ്ങാണ്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും മൂവ്മെൻറ്റ് തന്നില്ല. ഓൾമോസ്റ്റ് ഒരു 10 പോയിന്റ്സിൻ്റെ അടുത്താണ് നമുക്ക് അതിൽ പ്രോഫിറ്റ് വന്നത്. പക്ഷേ അത് പലരും അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും സ്ക്രീൻഷോട്ട് അയച്ചു തന്നു, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ട്രെയിൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിലേക്ക് വെച്ചിട്ട് ഞാൻ കുറച്ചുകൂടി വലിയൊരു ക്യാൻഡിൽ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ അത് കിട്ടിയില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. സോ ഓവറോൾ നമ്മളിന്ന് 4 ട്രേഡ് എടുത്തു. ആ 4 ട്രേഡിൽ 2 ട്രേഡ് പ്രോഫിറ്റബിൾ ആയിരുന്നു. ഒരു ട്രേഡ് നമുക്ക് ഈ പ്രീമിയം ഡി കെ കാരണം ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു. പിന്നെ നാലാമത്തെ എടുത്ത ട്രേഡ് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ചിലത് പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ പിയാനിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാവരും പ്രോഫിറ്റിലാണ്. ആരും അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലോസ് ബുക്ക് ചെയ്ത ആരുമില്ല. എല്ലാവരും പ്രോഫിറ്റിലാണ്. നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതാണ് നമ്മൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാളത്തെ അനാലിസിലേക്ക് നമുക്ക് പോവാം. നാളെ ഏതൊക്കെ പോയിന്റിൽ മൂവ് ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നാളത്തെ ട്രേഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നിഫ്റ്റി എൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, അഗ്രസീവായിട്ടുള്ള അപ്പ് സൈഡിൽ മൂവ് ചെയ്ത് ഈ 50,000 റേഞ്ചിൽ റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. 25,000 റെസിസ്റ്റൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,030 എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇന്ന് മൂവ്മെൻറ്റ് നടന്നത്. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000-ൻ്റെയും അതുപോലെ തന്നെ 25,030-യുടെയും ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് പിന്നീട് നിഫ്റ്റിക്ക് സംഭവിച്ചത്. ഇത് ആക്ച്വലി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ ഒരു ഇനീഷ്യൽ മോർണിംഗിൽ നടന്ന ആ ഒരു അപ് ട്രെൻഡിന് ശേഷം കംപ്ലീറ്റ്ലി ഡൗൺ സൈഡിലേക്കായിരുന്നു, ഡൗൺഫോൾ ആയിരുന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഈ കൺസോളിഡേഷൻ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഏറ്റവും ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മിഡ് ക്യാപ്പിൽ നല്ല റാലി നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഓവറോൾ മാർക്കറ്റിലുള്ളൊരു ബൈയിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ നമ്മൾ നാളെ
അതായത് ബുള്ളിഷ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് മാർക്കറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതായത് ഒന്നുകിൽ നാളെ നിഫ്റ്റി ഇന്ന് എന്താ പറയുക ഡോ ജോൺസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ S&P 500 എങ്ങനെയാണ് ട്രേഡ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ S&P 500 ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് കംപ്ലീറ്റ് ഏറ്റവും റെസിസ്റ്റൻസ് ലെവലിലാണ് നിൽക്കുന്നത്, ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്, ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ ഇന്ന് നല്ലൊരു റീട്രേസ്മെൻറ്റിലേക്കുള്ള ഒരു സെൽ ഓഫ് ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നാളെ ഗ്യാപ് ഡൗണിൽ ഓപ്പണിംഗ് നടക്കും. ഗ്യാപ് ഡൗണിൽ ഓപ്പണിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ നോക്കേണ്ട ഒരു ലെവലാണ് ഈ 24,970 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിൻ്റെ താഴോട്ടാണ് നിഫ്റ്റി ഓപ്പണിംഗ് വന്നതെന്നുണ്ടെങ്കിൽ, നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു റേഞ്ചിലേക്കുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ ഒരു ടെസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പിന്നീട് ചിലപ്പം ഈ പറഞ്ഞ പോലെ വീണ്ടും ബാങ്ക് നിഫ്റ്റി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവിടെ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് മാറും, അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അതല്ല, ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ബുള്ളിഷായി എന്ന് വിചാരിക്കുക, അതായത് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് ആണ് നടന്നതെന്നുണ്ടെങ്കിൽ നാളെ മിക്കവാറും നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ റെസിസ്റ്റൻസിലായിരിക്കും, ഇന്നത്തെ റെസിസ്റ്റൻസിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്, ഇന്നത്തെ ഡേ ഹൈയിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി അപ്പോഴും നമ്മൾ ബാങ്ക് നിഫ്റ്റി ചെക്ക് ചെയ്യും. ബാങ്ക് നിഫ്റ്റി വളരെയധികം ക്രൂഷ്യലാണ്. കാരണം ഞാൻ ആദ്യം ബാങ്ക് നിഫ്റ്റീനെ കുറിച്ച് പറയണമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇത് ഒരു ലോങ് ടേം റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഈ ബ്ലൂ ലൈൻ വരച്ചിട്ടുള്ളത് ലോങ് ടേമിൽ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് ഈ ബാങ്ക് നിഫ്റ്റി. ഇത് ബ്രേക്ക് ചെയ്യാതെ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട. അപ്സൈഡിലേക്ക് മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ ലെവൽ വരുന്നത് 300 to 350 ലെവലിലാണ്. അതായത് 51,300 to 51,350 ഈ ഒരു റേഞ്ച് വളരെ ക്രൂഷ്യലായിട്ടുള്ള റേഞ്ചാണ്. ഇവിടുന്ന് പുറത്ത് കടക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ നമുക്ക് ഓൾ ടൈം ഹൈ മൂവ്മെൻറ്റ് കാണാം, നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൊമെൻറ്റം കാണാം, നിഫ്റ്റി ബാങ്ക് നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കും. പക്ഷേ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ ഒരു മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് അറ്റ്ലീസ്റ്റ് 350 എങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ബുള്ളിഷ് ആയേനെ ബാങ്ക് നിഫ്റ്റിയിൽ. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആക്ച്വലി 51,300 ഫസ്റ്റ് റെസിസ്റ്റൻസിൽ തന്നെ ഈ പറഞ്ഞ പോലെ സപ്ലൈ വന്നിട്ട് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത്. അത് ആക്ച്വലി അത്ര ബുള്ളിഷായിട്ടുള്ളൊരു സൈൻ അല്ല. അപ്പോൾ ചിലപ്പം ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും നമ്മുടെ പഴയ റേഞ്ചിലേക്ക് തന്നെ വന്നിട്ട് അവിടെ കൺസോൾട്ടേഷൻ നടന്ന് വീണ്ടും സെൽ ഓഫ് നടന്ന് ഒരു ലോവർ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും ഇനി ബ്രേക്ക് നടക്കുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ നമ്മുടെ 350 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓവറോൾ ഗ്ലോബൽ മാർക്കറ്റ് ഇന്ന് ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റം കാണിച്ചാൽ, ഇത് ഡോ ജോൺസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് കാണിച്ചാൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിയും അതിൻ്റെ കൂടെ പോകും. ഇനി അങ്ങനെ അല്ലാതെ കൺസോൾട്ടേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ ഇതും ഈ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ ഫേസിലായിരിക്കും. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഡോ ജോൺസ് കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. ഡോ ജോൺസിൽ എങ്ങനെയാണ്, ഗ്ലോബൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് നോക്കുക. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് വരുന്നുണ്ട്, GDP ഡാറ്റ ഒക്കെ വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടും മാർക്കറ്റ് റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾ ടൈം ഹൈയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഷെയ്ഡിൽ നിന്ന് ആ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് പുറത്ത് കടക്കാൻ ബാങ്ക് നിഫ്റ്റിക്ക് കഴിഞ്ഞാൽ നിഫ്റ്റി പറഞ്ഞ പോലെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പോകും. അപ്പം കംപ്ലീറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ, ഒരു ക്ലിയർ ഡയറക്ഷൻ ഇല്ലാത്തൊരു രീതിയിൽ തന്നെയാണ്, വളരെ ക്ലിയർ ആണ്, ഡയറക്ഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ മനസ്സിലാവാൻ പറ്റുന്നത്. പക്ഷേ ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓപ്ഷൻ ഡാറ്റ നോക്കുമ്പോൾ വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള ഡാറ്റയാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ അത്രത്തോളം ബുള്ളിഷല്ല, പക്ഷേ നിഫ്റ്റി വളരെയധികം ബുള്ളിഷാണ്. 25,000 താഴോട്ട് നിഫ്റ്റി പോകൂല എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻ ഡാറ്റ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിഫ്റ്റി ബുള്ളിഷ് ആണെന്നുള്ളത് തന്നെയാണ് ഓവറോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പക്ഷേ അത് മാത്രം നമ്മൾ ബ്ലൈൻഡിൽ ഈ പറഞ്ഞ പോലെ ഓപ്ഷൻ ഡാറ്റ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്ലോബൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അപ്സൈഡിലേക്ക് ഇനി മൊമെൻറ്റം കാണാം, ഓൾ ടൈം ഹൈ ബ്രേക്കൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക. ബുള്ളിഷ് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റിലുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് സപ്പോർട്ട് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി താഴോട്ട് വലിക്കും. അതിനാണ് ചാൻസസ് കൂടുതലുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഈ 300 to 350 റെസിസ്റ്റൻസ് ആയിട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാളെ പുട്ട് ഓപ്ഷൻ എടുക്കുക, ആ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് പുട്ട് ഓപ്ഷൻ എടുക്കുക. ശ്രദ്ധിക്കുക, ഗ്ലോബൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഏറ്റവും നല്ലത് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ പോകുന്നതായിരിക്കും. അതായത് ഗ്ലോബൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നടന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എടുക്കുക, അതിൽ കോൾ ഓപ്ഷൻ, ഓരോ റീട്രേസ്മെൻറ്റിൽ കോൾ ഓപ്ഷൻ എടുക്കുക. അതായത് 25,000 ലെവലിൽ എത്തുന്ന സമയത്ത് കോൾ ഓപ്ഷനിൽ ബൈ ചെയ്യുക. അത് നല്ല റേഞ്ചാണ്. അതായത്
വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള 2 ലെവൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ 25,000 വരുന്ന സമയത്ത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ബാങ്ക് നിഫ്റ്റിയിൽ 51,300 to 350 റേഞ്ചിലേക്ക് വരുന്ന സമയത്ത് പുട്ട് ഓപ്ഷനും പോവാം. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് ഈ ഒരു സമയത്ത്. ബാക്കിയൊക്കെ നമ്മൾ കറക്റ്റ്ലി ആ ഒരു ലൈവ് മാർക്കറ്റിൽ തന്നെ അനലൈസ് ചെയ്താലേ നമുക്ക് കറക്റ്റ് പോയിന്റ് കിട്ടുള്ളൂ. ഈ 2 പോയിന്റ് ക്രൂഷ്യലാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ചാൻസസ് വളരെയധികം ഹൈ ആണ്. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് പുട്ട് ഓപ്ഷൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് നിഫ്റ്റിയിലുള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 25,070 to 80 ഈ ലെവലിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ നിഫ്റ്റിയിൽ വേണമെങ്കിൽ നോക്കാം. ഈ ലെവലിലേക്ക് എത്തുകയെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെഗറ്റീവ് ആണെങ്കിൽ ഇവിടുന്ന് സെല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ നിഫ്റ്റിയിൽ തൽക്കാലം 2 ലെവലേ ഞാൻ പറയുന്നുള്ളൂ. 25,000 സപ്പോർട്ട്, അതായത് കോൾ ഓപ്ഷൻ നോക്കുക. 25,070 to 80 പുട്ട് ഓപ്ഷൻ നോക്കുക. ഇതാണ് നിഫ്റ്റിയിൽ നോക്കേണ്ടത്. ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 51,300 to 350 300 ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻ മേടിക്കാൻ വേണ്ടി നോക്കാം. 300 to 350 പുട്ട് ഓപ്ഷൻ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ കോൾ ഓപ്ഷൻ നോക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുട്ട് ഓപ്ഷൻ മാത്രം നോക്കിയാൽ മതി. നിഫ്റ്റിയിൽ നമുക്ക് കോൾ നോക്കാം, ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് നോക്കാം. ഈ രീതിയിലാണ് നാളത്തെ ട്രേഡിങ്. എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ചേഞ്ചസിനനുസരിച്ചിരിക്കും ബാക്കി ഡിഫറൻസസ് എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ നാളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത്രയാണ് നാളത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ടെലിഗ്രാമിലുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. സോ ഇത് നമ്മുടെ പുതിയ ചാനലാണ്. ഓപ്ഷൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 1000 മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ട്രേഡ്, ഒരു ദിവസം നമുക്ക് ലൈവ് ട്രേഡ് നമുക്ക് നോക്കാം. ലൈവായിട്ട് യൂട്യൂബിൽ ലൈവ് വന്നിട്ട് ആ സമയത്ത് ലൈവായിട്ടുള്ള സജഷൻസ് ഞാൻ തരാം. ഒരു ദിവസം നമുക്ക് 1000 ആയിക്കഴിഞ്ഞാൽ. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുക. സോ താങ്ക് യു.